ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് മലപ്പുറം എഫ് സിയുടെ 5 വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ വീക്ക്നെസ് അവരുടെ പ്ലേയിങ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈ ഇൻറ്റൻസിറ്റി ഗെയിമാണ് അവർക്ക് കളിക്കേണ്ടത്. ദാറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് എനർജി, റൈറ്റ്? പക്ഷേ മലപ്പുറത്തിൻ്റെ പ്രശ്നം, അവർ എനർജി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മിഡ്ഫീൽഡിൽ ഒരുപാട് ഗ്യാപ്പ് കാണപ്പെടുന്നു. അഡ്വാൻറ്റേജ് ടു ഒപ്പോണൻറ്റ്. രണ്ടാമത്തെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഡിഫെൻസീവ് ട്രാൻസിഷനിൽ അവർ ഭയങ്കര വൾണറബിൾ ആണെന്നുള്ളതാണ്. എസ്പെഷ്യലി മലപ്പുറം എഫ് സി ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഡിഫെൻസീവ് ഷേപ്പിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഓപ്പോസിഷൻ ടീമിന് നല്ല വിങ്ങേഴ്സും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള വിങ്ങേഴ്സും ഫോർവേഡും ഉണ്ടെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ മലപ്പുറം എഫ് സി അവരുടെ എല്ലാ പ്ലേയേഴ്സിനെയും പുഷ് ചെയ്യണം. വിൽ പുഷ് എവരിബഡി ഫോർവേഡ്. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ വൺ മിസ് പാസ് അത് കൗണ്ടർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യും. ദെൻ പാനിക് ഡിഫെൻഡിങ് ഗോൾ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ അല്ലെങ്കിൽ നാലാമത്തെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവരുടെ പുവർ ഗെയിം മാനേജ്മെൻ്റ് ആണ്. കാര്യം പുവർ ഗെയിം മാനേജ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗെയിം മാനേജ്മെൻ്റ് ആണ്. മലപ്പുറം എഫ് സി ലീഡ് ചെയ്യുകയാണെങ്കിൽ പോലും പലപ്പോഴും അവരെ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാനും ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനും പറ്റാറില്ല. ദേ ഓൾവേസ് ഗോ ഫോർ ദാറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം. അതൊരു വീക്ക്നെസ് തന്നെയാണ്. പിന്നെ അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് അവരുടെ ഫിനിഷിംഗ് പോരായ്മകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ദേ വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് ചാൻസസ്, പക്ഷേ ഫിനിഷിങ്ങിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, കൺവേർട്ട് ചെയ്യുന്നില്ല. നമ്മളത് കാലിക്കറ്റ് എഫ് സി ആയിട്ടുള്ള മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. ഈ സെയിം ടോപ്പിക് ഞാൻ വലിച്ചു നീട്ടി ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ദെയർ ആസ് വെൽ. ആൻഡ് ഓഫ് കോഴ്സ് ഗൈസ്, പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.